ഹല്ലേലൂയ. പാപം വേട്ടയാടും, അനുദപിച്ചില്ലെങ്കിൽ, തിരുത്തിയില്ലെങ്കിൽ. കരുണ മറന്നാൽ, നീതി വെടിഞ്ഞാൽ, മ്ലേച്ഛത നിന്റെ ആദർശമാക്കി മാറ്റിയാൽ അത് നിന്നെ വേട്ടയാടുമെന്നാ ബൈബിൾ പറഞ്ഞതിന്റെ അർത്ഥം. അനുദപിച്ച് കുമ്പസാരിച്ചാൽ ഒരിക്കലും പാപം വേട്ടയാടില്ല. നെവർ ഇറ്റ് വിൽ ഹോണ്ട് യു ആൻഡ് ട്രബിൾ യു ഇഫ് യു ഹാവ് റിപ്പന്റഡ്. നീ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ഒരിക്കലും വേട്ടയാടില്ല. അതൊരിക്കലും നിന്റെ കുടുംബത്തിലുണ്ടാവില്ല. പശ്ചാത്തപിച്ച് തെറ്റുതിരുത്തി കുമ്പസാരിച്ച് പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്വം ചെയ്യണം. കാലികമായ ശിക്ഷയിൽ നിന്ന് മോചനത്തിനായി പ്രായശ്ചിത്വം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ക്യാൻസർ രോഗിക്ക് അതിനെക്കുറിച്ച് മരിയ ജോൺ വിയാനിയും അഗസ്തിനോസ് പുണ്യാളും ജോൺ ബോൾഡാവിനും മറപ്പാപ്പയും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രായശ്ചിത്വത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലം എന്ന വിഷയത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അത് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞ സഭ അനുവദിക്കുന്ന കാര്യം. ഇപ്പൊ നമ്മുടെ കരുണയുടെ കവാടം കടക്കുന്ന ദണ്ഡവിമോചനം ഒക്കെ പറഞ്ഞില്ലേ, കുരിശിന്റെ വഴിക്കൊക്കെ ഉണ്ട്. അതുപോലുള്ള ദണ്ഡവിമോചനങ്ങളുടെ കാലികമായ ശിക്ഷ എന്ന് പറയുന്നത് പാപത്തിന്റെ ആ കുറ്റം ക്ഷമിക്കപ്പെട്ടു, പാപം ദൈവം ക്ഷമിച്ചു. പക്ഷെ പാപഫലമായി വന്ന ചില കുറവുകളും വൈകല്യങ്ങളും ഉണ്ടല്ലോ, അതിന് തിരുത്തപ്പെടണം. അത് ക്രമേണ നടക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ക്യാൻസർ രോഗിയായ ഒരാളെ കർത്താവ് ക്യാൻസറിൽ നിന്ന് സുഖപ്പെടുത്തി. പക്ഷേ അയാളിനി നല്ല ഭക്ഷണം കഴിച്ച് പോഷകാഹാരം കഴിച്ചിട്ട് ഈ ആരോഗ്യം വീണ്ടെടുക്കണം. വേറെ ഉദാഹരണം പറഞ്ഞാൽ, കാലിലൊരു ആണി തറച്ചു കയറി. ആണി ഊരിക്കളഞ്ഞാൽ മാത്രം പോരാ, ഈ ആണി അവിടെ കയറിപ്പോയുള്ള ഈ ദ്വാരം ഇനി അടഞ്ഞ് അവിടെ മാംസപേശികളൊക്കെ ഒന്ന് ക്രമപ്പെടണം. ഒരു പലകയിൽ തറച്ച് ആണി ഊരിയെടുത്താലും പലകയിലെ ദ്വാരം ഇവിടെ ശേഷിക്കുന്ന പോലെ പാപത്തിന്റെ ചില കാലികമായ ഫലങ്ങൾ അവിടെ നിൽക്കും. അത് പ്രായശ്ചിത്വത്തിലൂടെയാണ് മാറുക. ഇവിടെ വെച്ച് തന്നെ പ്രായശ്ചിത്തം ചെയ്ത്, അതിനൊത്തിരി പ്രായശ്ചിത്ത മാർഗങ്ങളുണ്ട്. നമുക്ക് അറിയാം, ഉപവാസമുണ്ട്, മറ്റുള്ളവരെ സാമ്പത്തിക സഹായിക്കലുണ്ട്, ആശാനിഗ്രഹങ്ങളുണ്ട്, അതുപോലെ പ്രാർത്ഥനയിലൂടെ പ്രായശ്ചിത്തങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് അമിതമായി സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചുള്ള കാര്യങ്ങളിലൂടെ സമ്പാദിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുമ്പസാരിച്ചു കഴിഞ്ഞതാണെങ്കിൽ, മനസ്സാന്തരം സംഭവിച്ചു, അനുദപിച്ചു, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ചു, അതിന്റെ ആ പരിഹാരം തമ്പുരാൻ കർത്താവ് ചെയ്തു. ഇനി പ്രായശ്ചിത്തം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അത് നമുക്ക് അനുദിന ജീവിതത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആശാനിഗ്രഹം. നമുക്ക് ഇപ്പൊ നോമ്പ് കാലത്ത് ഇറച്ചി വേണ്ട, മീൻ വേണ്ട, അല്ലെ ചിലർ പാല് വേണ്ട, നമുക്കൊന്നും മുട്ട വേണ്ടതും, നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പോലും ചില ആശാനിഗ്രഹങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം, മരിച്ചവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ കോട്ടയം വെച്ച് ആശാനിഗ്രഹത്തെക്കുറിച്ച് ഒരു ക്ലാസ് കൊടുത്തു. അപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, എന്റെ അച്ഛാ, ഇംഗ്ലീഷിലാ പറഞ്ഞത്, എന്നോട് പറഞ്ഞു ഉഗ്രൻ പ്രസംഗം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇംഗ്ലീഷാവുന്ന പറഞ്ഞത്. അപ്പൊ ഇവനൊരു മഹാ തല്ലിപ്പൊളി, പെൺകുട്ടികളെ കണ്ട് അവരുടെ പുറകെ ശല്യം ചെയ്യാൻ തരുന്ന ആളാണ്. അതുകൊണ്ട് ഇവന് പറഞ്ഞ മുഴുവൻ ഞാൻ മുഖവിലേക്ക് എടുത്തില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? ആശാനിഗ്രഹത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നീ എന്ത് തീരുമാനിച്ചു? എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം അച്ഛന്റെ പ്രസംഗം കേട്ട ശേഷം വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് അവനെ വിശ്വാസമില്ല. ഞാൻ ചോദിച്ചു, എന്താടാ അത്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകാന്നുള്ളായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു. അത് ആശാനിഗ്രഹമല്ല, അത് തല്ലികൊളുത്തരം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹത്തെ നിഗ്രഹിക്കുന്നത് പാപമാണ്. നിന്നെ ശരീരത്തിൽ ജഡത്തിൽ സുഖിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ആത്മാവിന്റെ കാര്യമല്ല. ജഡത്തിൽ സുഖിപ്പിക്കുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ആശാനിഗ്രഹം, അല്ലാണ്ട് ആത്മാവിന്റെ സുഖങ്ങൾ നിഷേധിക്കുന്നതല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് പിന്നെ ഈ കടിഞ്ഞൂൽ പുത്രാവകാശം റൂബന് കൊടുത്തില്ല, സിമയോന് കൊടുത്തില്ല, ലേവിക്ക് കൊടുത്തില്ല, യൂദായ്ക്കാ കൊടുത്തത്. യൂദ എന്ന 4ാമത്തെ പുത്രനെ കിട്ടത്. യൂദായുടെ ഗോത്രത്തിലാണ് ദാവീദ് പിറന്നത്. ദാവീദിന്റെ വംശത്തിലാണ് പ്രിയപ്പെട്ട ഈശോ വന്ന് ലോകത്തിൽ അവതരിച്ചത്. ഈശോയുടെ അമ്മയെ മറിയ അവതരിച്ചത്. അതായത് ദൈവാനുഗ്രഹം അടുത്ത തലമുറകളിലേക്ക് വരാനുള്ള തടസ്സങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞോളൂ, നമ്മുടെ കുടുംബത്തിൽ കിടപ്പുണ്ടോ? അത് ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഈ പോയിന്റ് അങ്ങ് പൂർത്തിയാക്കണം. അതെന്താന്ന് ചോദിച്ചാൽ, എങ്ങനെ ഈ തിന്മയുണ്ടായി അത് പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി 25 ഒന്ന് പോകണം. യാക്കോബിന്റെ മക്കൾ എങ്ങനെ പിഴച്ചുപോയി, ഈ കാരണവന്മാര് മക്കൾ എങ്ങനെ പിഴയ്ക്കുന്നു എന്ന്, മോശമക്കാരാകുന്നു എന്ന് കണ്ടെത്തുവാനായിട്ട് ഈ വചനഭാഗത്തിലെ പഠനവും ധ്യാനവും സഹായിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അബ്രാഹത്തിന് പിന്നെ ഇസ്ഹാക്കിന് റബേക്കായ്ക്കും കൂടെ 2 മക്കൾ റബേക്കയുടെ ഉദരത്തിലുണ്ടായി, ഏസാവും യാക്കോബും. ഏസാവ് നായാട്ടിൽ മിടുക്കനായ സമർത്ഥനായിരുന്നു. യാക്കോബ് കൂടാരത്തിൽ കഴിഞ്ഞു, നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഒരു ദിവസം ഇവന് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുക, അപ്പവും പയറുവാസം ഉണ്ടാക്കിയിരിക്കുമ്പോൾ വയലിൽ നിന്ന് വന്ന ഏസാവ് അവനോട് പറഞ്ഞു, നിന്റെ ആ ചെമന്ന പായസം അല്പം എനിക്ക് തരുമോ?
അപ്പോൾ ഉടനെ യാക്കോബ് പറഞ്ഞു, അതെ, കടിഞ്ഞൂൽ പുത്ര സ്ഥാനം നിനക്ക്. അതായത് യാക്കോബും ഏസാവും ഇരട്ടകളാണ്. അപ്പൊ ചേട്ടൻ അനുജൻ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. രണ്ടും ഒരുമിച്ച് കൺസീവ്ഡ് ആണ്, ഒരുമിച്ച് ഉരുവായതാണ്. പക്ഷെ ആദ്യം ഭൂമിയിൽ അവതരിച്ചത് ഗർഭവാസത്തിൽ പുറത്തേക്ക് വന്ന ഏസാവായതുകൊണ്ട് അവനെ ചേട്ടൻ അല്ലെങ്കിൽ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം കൊടുത്തെന്ന് പറയാം. പക്ഷേ അങ്ങനെ ആയതുകൊണ്ട് ഇവരെ ആർക്ക് ഈ വരം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. എങ്കിലും ഏസാവിന് പറ്റിയൊരു തെറ്റ് നമ്മൾ ധ്യാനിക്കും. എന്നിട്ട് യാക്കോബിലേക്ക് വരാം. ഏസാവ് പറഞ്ഞു അല്പം പയർ പായസം. അപ്പൊ യാക്കോബ് പറഞ്ഞു, നിന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം എനിക്ക് തരാമോ? അപ്പോൾ ഉടനെ ഏസാവ് പറയുന്നൊരു വാചകം നമ്മുടെയൊക്കെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നതാണ്. വിശന്ന് ചാകാറായ എനിക്ക് കടിഞ്ഞൂൽ പുത്ര സ്ഥാനം കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് അവന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം അവന് അനിയന് വിറ്റുകളഞ്ഞു എന്ന് പറഞ്ഞാൽ, ശരീരത്തിന്റെ വിശപ്പും ദാഹത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തു. ആത്മാവിന്റെ അഭിഷേകത്തെക്കാൾ കൂടുതലായി, ആത്മാവിന്റെ വരത്തേക്കാൾ ഉപരിയായിട്ട് ശരീരത്തിന്റെ വിശപ്പിനും ദാഹത്തിനും അമിത പ്രാധാന്യം കൊടുത്ത ഏസാവ് കടിഞ്ഞൂൽ പുത്ര സ്ഥാനം സത്യം ചെയ്ത് അവന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പയറുപായസവും കൊടുത്തു. അത് കഴിഞ്ഞ് വായിക്കുന്നു, തീറ്റിയും കുടിയും കഴിഞ്ഞ് ഏസാവ് എഴുന്നേറ്റുപോയി. അങ്ങനെ അവൻ തന്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായിട്ട് കരുതി. ഒരു പുരോഹിതൻ തന്റെ പൗരോഹിത്യ പട്ടം, ഒരു കന്യാസ്ത്രീ തന്റെ സന്യാസ വരം, ഭാര്യ ഭർത്താക്കന്മാരവരുടെ കുടുംബജീവിത വരം നിസ്സാരമായി കരുതുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പൗരോഹിത്യത്തിന്റെ വിശുദ്ധി വേദി വിട്ടിട്ട് ജഡത്തിന്റെ സുഖം തേടിപ്പോയ വൈദികരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സന്യസ്തരുടെ ഈ അധപതന കേസും കേട്ടിട്ടുണ്ട്. കുടുംബജീവിതത്തിന്റെ ശൈഥില്യങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംഭവം പറഞ്ഞിട്ട് ഈ വചനത്തിന്റെ പൂർണ്ണമായ വെളിപാടിലേക്ക് വരട്ടെ. ബോംബെ ധ്യാന കേന്ദ്രത്തില് ഒരു മനുഷ്യൻ എന്റെ കാലിലേക്ക് വീട് കരയുന്നു, എന്നെ ഒന്ന് കുമ്പസാരിക്കാൻ അനുവദിക്ക്. അപ്പൊ കാര്യമൊക്കെ ചോദിച്ചു വന്നപ്പോൾ അയാൾ എന്നോട് പറയുന്നത്, 16 വർഷം മുമ്പ്, ഇത് 10-18 വർഷം മുമ്പ് ഉണ്ടായത്, 16 വർഷം മുമ്പ് കേരളത്തിലെ ഒരു ഇടവക വൈദികനായിരുന്നു ഇയാള്. ഇടവകയിലെ കപ്പ്യാരുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടു കൊടുക്കുന്നത്. കപ്പ്യാരുടെ മകള് ഫുഡ് കൊണ്ടു കൊടുക്കാനൊക്കെ വരുമ്പം 10-18 വയസ്സായ മകൾ അല്പം ഫ്രീ ആയിട്ടൊക്കെ പെരുമാറി. ഇയാൾ എന്നോട് പറഞ്ഞു, ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷെ നാട്ടുകാർ പരദൂഷണം പറഞ്ഞുണ്ടാക്കി. മലയാളിയുടെ പ്രത്യേകതയാണല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ കേട്ടു. അവസാന വിധി വാർത്ത ബിഷപ്പിന്റെ ചെവിച്ച് ബിഷപ്പ് വിളിച്ച് വഴക്ക് പറഞ്ഞു. പുള്ളിക്കൊരു വാശി, എന്നെ കാണിച്ചാൽ MA B.Ed ഡിഗ്രി ഉള്ള ഈ പുള്ളി ആ പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് വടക്കേഞ്ചേരിക്ക് പോയി. കല്യാണം കഴിച്ച് രജിസ്റ്റർ കല്യാണം നടത്തി. പള്ളി കല്യാണം പോലും നടത്തിയില്ല. ഇപ്പൊ 16 വർഷം മുമ്പ് പോയത്. ഇപ്പോൾ 14-11 വയസ്സുള്ള 2 പിള്ളേരുണ്ട്. ഈ ഭാര്യയ്ക്ക് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറാണ്. അവളെ ധ്യാനിക്കാൻ വേണ്ടി അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുമ്പോഴാണ് പള്ളി വെച്ച് കല്യാണം നടത്താത്തതുകൊണ്ട്, വിവാഹ ഉദാശ നടത്താത്തതുകൊണ്ട്, ഡിസ്പെൻസറി റൂമിൽ നിന്ന് വാങ്ങാത്തതുകൊണ്ട് ഇപ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. എന്നോട് പറയുന്നു, 16 വർഷം മുമ്പ് ഞാൻ ഇതുപോലൊരു ധ്യാനം കൂടിയില്ലെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല. വടക്കേന്ത്യ സ്കൂളിൽ ജോലി ചെയ്തു. പിന്നെ ഇവിടെ സ്കൂൾ തുടങ്ങി. 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഉടമസ്ഥനാണ്. ആ സ്കൂളിന്റെ വാർഷികത്തിന് ഗവർണർ മുഖ്യമന്ത്രിക്ക് വരിക. അത്രയും ഉന്നത സ്ഥാനത്തെത്തിയ സമ്പന്നനായ ഒരുവൻ താൻ നഷ്ടപ്പെടുത്തിയ പൗരോഹിത്യ വരത്തെക്കുറിച്ചുള്ള വിലാപം എന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന അയാൾ എന്റെ കയ്യിൽ മുത്തിയിട്ട് പറയുന്നു, 16 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ധ്യാനം കൂടി ഞാൻ ഒരിക്കലും ഈ ദുരന്തത്തിൽ പെടില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു സംഭവം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. 46 വയസ്സുള്ള ഒരു സ്ത്രീ, 2 മക്കൾ, 23 21 വയസ്സുള്ള 2 പെൺമക്കൾ, ഒരു 17 വയസ്സുള്ള 3 പെൺമക്കൾ. ഈ 23 വയസ്സുകാരി പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ തലേ രാത്രി ഈ 46കാരി അമ്മ അയൽവക്കത്തുള്ള ഒരു അക്രൈസ്തവ വിവാഹിതനായ ഒരാള്, 3 കുട്ടികളുടെ അപ്പൻ, ഓട്ടോറിക്ഷ തൊഴിലാളി, അയാളുടെ കൂടെ തലേ രാത്രി ഒളിച്ചോടിപ്പോയി. രാത്രി 9 മണിയായിട്ട് ഭക്ഷണം കിട്ടാവുന്നപ്പോൾ ഭർത്താവ് ഉടനെ അവളെ എവിടെ പോയി, എനിക്ക് ഭക്ഷണം കിട്ടിയില്ല. അയാൾ ഹൃദ്രോഗിയാണ്, കിടപ്പ് രോഗിയെ പോലെ അവസ്ഥയിലാണ്, അത്രയും വീക്കാണ് ആൾ. അപ്പോൾ അവിടെ ബന്ധുവായി വന്നിരിക്കുന്ന ഒരാൾ, നാട്ടുകാരൊക്കെ വീട്ടിലുണ്ട്, പന്തലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരും ഉണ്ട്, കോളേജ് പഠിക്കുന്ന പെൺകുട്ടിയാണ്, അതിൽ ജോലിയുള്ള പെൺകുട്ടിയാണ്. അപ്പൊ ഇവരെല്ലാം ഉണ്ട്. അപ്പൊ ബന്ധുള്ള ഒരാൾ പറഞ്ഞു, അവളെന്തോ സാധനം വാങ്ങാൻ കടയിൽ പോയിരിക്കുക. അപ്പൊ ഒരിക്കലും കടയിൽ പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അതാർക്കും മനസ്സിലായില്ല. അപ്പൊ വീണ്ടും അന്വേഷിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവന്റെ കൂടെ ഒളിച്ചോടിപ്പോയതാ. ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇവർ രണ്ടും കൂടെ തമിഴ്നാട്ടിന് കിടന്നു. ഈ സ്ത്രീക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ 100 പവന്റെ ആഭരണം, മക്കളുടെ കല്യാണത്തിന് വിരിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചെന്ന ആഭരണം പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് അവള് പോയത്. അവൻ 6 മാസം ഇവിടെ കൊണ്ട് അവിടെയൊക്കെ ജീവിച്ചു. എന്നിട്ട് എല്ലാം വിറ്റ് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഇറക്കി വിട്ടിട്ട് അവൻ സ്ഥലം വിട്ടു.
രാത്രി 12 മണിക്ക് റെയിൽവേ സ്റ്റേഷൻ നടന്ന് ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ നാട്ടുകാർ ഇവരെ അറിയിച്ചു. കുറെ നാട്ടുകാര് കല്ലും പത്തലുമായി ചെന്ന് പുഴുത്ത പട്ടിയെ കല്ലെറിയുന്ന പോലെ കല്ലെറിഞ്ഞ് ഓടിച്ചു എന്നാണ് ഞാൻ വാർത്ത കേട്ടത്. പ്രിയപ്പെട്ടവരെ, അന്ന് 2 ദിവസം കഴിഞ്ഞ് ഈ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് അയാൾ മരിച്ചു. 3 പെൺകുട്ടികൾ, ഞാൻ ഇവരെ കാണും 32 വയസ്സായി മൂത്ത മകൾക്ക്. അവൾ കല്യാണം വേണ്ടെന്ന് വെച്ചു. ആ കല്യാണം ഉഴപ്പിപ്പോയി. ഇളയവൾ 2 പേരും പറഞ്ഞു ചേച്ചിക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. 3 പേരും വിവാഹിതരല്ല. അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ പോലും ഇവർ തയ്യാറല്ല. ഒരു കുടുംബം മുഴുവൻ തകർത്തു ഒരു സ്ത്രീയുടെ ഈ ജഡിക ദുർമോഹം. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി കഴിഞ്ഞുൽപുത്ര സ്ഥാനം വിറ്റുകളഞ്ഞ ഏസാവിന്റെ പാപത്തിന്റെ രൂപം ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് മുരുകൂർ ധ്യാനകേന്ദ്രം സ്ഥിരമായി പറയുന്നതാണ്. ഒരു ദിവസം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റേജിന്റെ പുറകില് ഒരു സ്ത്രീ വെള്ള സാരിയും വെള്ള ബ്ലൗസും ധരിച്ച ഒരു സ്ത്രീ കയ്യും കുപ്പിന്നത് കരയുന്നു. അച്ഛൻ എന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടില്ലേ? ആ സ്ത്രീ അവിടെ ധ്യാനിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു കോൺവെന്റില് അടുക്കള പണിയും ചെയ്ത് കഴിയുന്നു. തന്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കരഞ്ഞു കഴിയുന്നു. എല്ലാം നശിപ്പിച്ചു. ഒരു കുടുംബം തകർന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സില് തമ്പുരാൻ അത് കുറിച്ചു വെക്കാൻ ആഗ്രഹിക്കുക. ഇതെന്താ കാര്യം എന്നറിയോ? ഫെബ്രുവരി 12, 16 വായിച്ചാലേ ഈ പാപത്തിന്റെ രൂക്ഷമായ അവസ്ഥ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാകുള്ളൂ, അതിന്റെ നിഗൂഢാർത്ഥം മനസ്സിലാകുള്ളൂ. ഫെബ്രുവരി 12, 16 വായിക്കാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂൽപുത്ര സ്ഥാനം വെച്ചുകളഞ്ഞ ഏസാവിനെ പോലെ ആരും അധാർമ്മികനോ അസന്മാർഗിയോ ആകരുത്. പിന്നീട് അവൻ അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അവൻ അവസരം ലഭിച്ചില്ല. കണ്ണീരോടെ അവൻ ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവസരം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഏസാവ് പിന്നീട് കടിഞ്ഞൂൽപുത്ര സ്ഥാനത്തിന് വേണ്ടി അപ്പന്റെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയുന്ന ഒരു രംഗം 27 അധ്യായത്തിൽ കാണും നമ്മൾ. എന്തേ ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി? എങ്ങനെ സംഭവിച്ചു? ശരീരത്തിന്റെ വിശപ്പും ദാഹവും വരുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം വേണ്ടെന്ന് വെക്കുന്നവര്, ആത്മാവിന്റെ അഭിഷേകത്തിന് 10 പൈസയുടെ വില കൊടുക്കാത്തവര്, ഒരു ജഡിക സുഖം കിട്ടിയാൽ, അല്പം പണത്തിന് സുഖം കിട്ടിയാൽ, അല്പ സ്ഥാനമാനം കിട്ടിയാൽ അതിന്റെ പുറകെ ഓടുന്നവർക്കുള്ള സന്ദേശമായി പറഞ്ഞത്. അങ്ങനെ 27 അധ്യായത്തിൽ ഇനി അടുത്ത് നോക്ക്. ഏസാവിന്റെ പാപം അത്. അവന്റെ വരത്തിന്, അവന്റെ ആത്മാവിന്റെ വില എന്താണെന്ന് അവൻ അറിഞ്ഞില്ല. യാക്കോബ്, ഈ ചേട്ടൻ കയറി വരുമ്പോൾ, അല്ല സഹോദരൻ കയറി വരുമ്പോൾ, അവന് വിശന്നപ്പോൾ അങ്ങോട്ട് ചോദിച്ച ഭക്ഷണം കൊടുക്കണ്ടേ? വിലപേശാവോ? ഇത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചേട്ടനും അനുജനും വീട്ടിൽ വസിക്കുന്നു. വീട്ടിൽ കൃഷിപ്പണിക്കായിട്ട് കഴിയുന്നു. ഭൂമി, റോഡ് സൈഡിൽ കുറച്ച് ഭൂമിയുണ്ട്. പിന്നെ കുറച്ച് പുറകിലുമുണ്ട്. ജ്യേഷ്ഠൻ വിദേശത്താണ്. സമ്പന്ന കുടുംബത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചു. നല്ല വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്. അങ്ങനെ നടന്നു. അനുജൻ ഒരു സാധാരണ കുടുംബത്തിൽ പെണ്ണ് കെട്ടി. അപ്പോൾ തറവാട് പൊളിച്ച് പുതിയ വീട് വെക്കാൻ അനിയന്റെ പേര് വെക്കണം. ജ്യേഷ്ഠൻ 1 പൈസ പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞു. അനിയൻ പറഞ്ഞു വേണ്ട പറ്റാ, നമുക്കിവിടെ ഉള്ളതുകൊണ്ട് വെക്കാം. ജ്യേഷ്ഠൻ പറഞ്ഞു അങ്ങനെയാണ് സ്വത്ത് വീതം വെക്കണം. എന്നിട്ട് ഈ റോഡിന്റെ മുൻവശത്തുള്ള റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമി എന്റെ പേരിൽ എഴുതണം. അവന് വീട്ടിൽ പുറകിൽ വീട് പണിയുന്നിടത്തേക്ക് പോകാൻ റോഡ് മാത്രം ഞാൻ അനുവദിച്ചു കൊടുക്കാം. മസിൽ പിടുത്തമായി ബഹളമായി. അനുജൻ ശുദ്ധനായിരുന്നു. അനുജൻ പറഞ്ഞു ചേട്ടൻ എടുത്തോട്ടെ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഈ മലബാർ നടന്ന കേസാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മലബാർ നടന്ന സംഭവം പറഞ്ഞു വരുന്നത്. ജ്യേഷ്ഠൻ എന്നിട്ട് അവൻ വിദേശത്തെ ജോലി, ഭാര്യയുടെ ശമ്പളവും കൊണ്ട് എറണാകുളം സിറ്റിയിൽ 1.5 കോടി രൂപയുടെ ഫ്ളാറ്റ് വാങ്ങി. അവനാണ് റോഡ് സൈഡിൽ അനുജന് വീട് പണിയാൻ സമ്മതം കൊടുക്കാത്തവൻ. അനുജന് വിദ്യാഭ്യാസ യോഗ്യത കുറവുള്ളതുകൊണ്ട് വീട്ടിൽ കൂടുതൽ കൊടുക്കാൻ മനസ്സ് കാണിക്കേണ്ടവൻ ഇപ്പൊ എന്താ ചെയ്തത്? സമ്പത്തിന്റെ മടിത്തട്ടിൽ അവനായിട്ടും അവൻ അനുജനെ മറന്നു. അപ്പനെ വെല്ലുവിളിച്ചു, അമ്മയെ കരയിപ്പിച്ചു. അവനവന്റെ ഭാര്യയും കൂടെ അത് നേടിയെടുത്തു. അത് ഭാര്യ ഓതിക്കൊടുത്തതാണെന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. ഭാര്യയാണ്. കെട്ടിവരുന്ന പെണ്ണ് പണത്തിന്റെ ദുർമോഹം ഉണ്ടെങ്കിൽ കുടുംബം നരകമാക്കി മാറ്റും. ഗീതം വെക്കുമ്പോൾ കെട്ടിവരുന്ന പെണ്ണ് അവിടെ തർക്കത്തിന്റെ കാരണമായി തീരരുത്. പ്രിയപ്പെട്ടവർ, എന്നിട്ട് എന്തുണ്ടായി? ഇവൻ അവിടെ വീട് വെച്ചു. അനുജൻ പുറകിൽ അങ്ങോട്ടൊരു റോഡ് മാത്രമേ ഉള്ളൂ. അതിന്റെ മുമ്പിൽ ചേട്ടന് വീട് വെക്കണമെന്നൊക്കെയാ പറഞ്ഞത്. പക്ഷേ അപ്പം ചോദിച്ചേട്ടാ, നീ എറണാകുളത്ത് വീട് വാങ്ങിയില്ല, ഇനി എന്തിനാ ഇവിടെ വീട് വെക്കുന്നത്? അങ്ങോട്ട് അനിയന്റെ അസമ്മതിച്ചില്ല. അനിയൻ അങ്ങോട്ട് വെക്കാൻ പറ്റില്ല. കുറച്ചു കഴിഞ്ഞ് ജ്യേഷ്ഠന്റെ കിഡ്നി 2 പോയി. കിഡ്നി മാറ്റിവെക്കാനായിട്ട് അവരിപ്പോ 1 കോടി രൂപ മുടക്കാൻ തയ്യാറാണ്. പക്ഷെ കിഡ്നി കൊടുക്കാൻ ആരുമില്ല. ഇവന്റെ ബ്ലഡ് ഗ്രൂപ്പായിട്ട് ഒത്തുപോകില്ല. അവസാനം അനുജൻ അപ്പനോട് പറഞ്ഞു എന്റെ കിഡ്നി ചേരുമോ നോക്കാം. അനുജനുമായിട്ട് ഇവരിപ്പം മിണ്ടാനൊന്നും നിൽക്കുന്നില്ല. അനുജൻ എന്നിട്ട് അവിടെ ചെന്നു. എറണാകുളം ഹോസ്പിറ്റലില് ചേട്ടന്റെ ചെന്ന് പറഞ്ഞു എന്റെ കിഡ്നി ചേരുമോ നോക്ക്. നോക്കിയപ്പം ചേരും. അനുജൻ 1 പൈസ പ്രതിഫലം വാങ്ങാതെ കിഡ്നി കൊടുത്തു. കിഡ്നി മാറ്റിവെക്കുന്നതിന് ശേഷം പിന്നീട് രോഗം മൂർജിച്ച്
ഈ 1.5 കോടി രൂപയുടെ ഫ്ളാറ്റും 75 ലക്ഷത്തിന് വിൽക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും ജോലി നഷ്ടപ്പെട്ട് ഭാര്യയ്ക്ക് അപ്പോഴേക്ക് ജോലി പോയി. ഇതിന്റെ ഓതി പുറകെ നിന്ന് കളിച്ച ഭാര്യയ്ക്ക് ജോലി പോയപ്പം അവള് ഭയങ്കര കരുണയ സ്നേഹമായി. അനിയന്റെ അടുത്ത് വന്ന് മാപ്പ് പറയുന്നു, ഒക്കെയായി. എന്നിട്ട് അനുജൻ പറയുന്നു, നമുക്ക് നമ്മുടെ വരുമാനം എടുത്ത് ചേട്ടനും ഭാര്യയ്ക്കും കൂടെ ഇവിടെ വീട് പണിത് കൊടുക്കാം. ചേട്ടന് ഒരു ജോലിയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം മറക്കരുത്, യാക്കോബിന്റെ പാപം എന്തായിരുന്നു? ഈ സഹോദരൻ വിശന്ന് വലഞ്ഞ് വന്നപ്പോൾ വിലപേശാതെ അങ്ങോട്ട് ഭക്ഷണം കൊടുക്കേണ്ടവൻ വിലപേശാൻ ഇരുന്നപ്പോൾ അവൻ ശാപം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ വന്ന ഈ യാക്കോബ് പിന്നീട് എന്ത് ചെയ്യുന്നറിയാമോ? അമ്മ പറഞ്ഞത് കേട്ട് അപ്പന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം കള്ളത്തരത്തിൽ വാങ്ങാൻ പോയി. അങ്ങനെ 27-ാം അധ്യായത്തിന്റെ 29-ാം വചനത്തിൽ അപ്പൻ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നുണ്ട്. അറിയാതെ വഞ്ചനയിൽ യാക്കോബ് ഇത് നേടിയെടുത്തു. പ്രിയപ്പെട്ടവരെ, അയോഗ്യതയോടെ അപ്പന്റെ അനുഗ്രഹം വാങ്ങിയവൻ ശാപമാണ് തലയിലേറ്റെന്ന് അവനറിഞ്ഞ പിന്നീട്. ഏസാവ് ഈ വിവരം അറിഞ്ഞ് അപ്പൻ ഈ വിവരം അറിഞ്ഞ് അപ്പന്റെ നെഞ്ചുപൊട്ടി. ഏസാവ് പറഞ്ഞു, അവനിപ്പം 2 തവണ എന്നെ കബളിപ്പിച്ചു. അപ്പന്റെ മരണശേഷം വിലാപദിനങ്ങൾ കഴിഞ്ഞ് ഞാനും എന്നെ കൊല്ലും. ക്രൂരമായ കൊലപാതക ചിന്ത. പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പോ റെബേക്ക അമ്മയാണ് ഇതിന്റെ വേറൊരു കളി കളിച്ചത്. യാക്കോബിനോട് പറഞ്ഞു, നീ 2 ആട്ടുംകൂടിയെ പിടിച്ചോണ്ട് പോവാൻ, ഞാൻ നല്ല ഉഗ്രം ഭക്ഷണം ഉണ്ടാക്കി തരാം, അപ്പനെ അങ്ങനെ സൂത്രത്തിൽ കളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിയെടുക്കാം. അപ്പൊ മകൻ പറഞ്ഞു, അമ്മേ, ഞാൻ അപ്പനെ കബളിപ്പിക്കാൻ ഞാൻ അപ്പൻ ഈ കള്ളത്തിന് പിടിച്ചാൽ അനുഗ്രഹത്തിന് വരെ ശാപം കിട്ടില്ലേ? ഞാൻ പറയുന്ന പോലെ ചെയ്യാ, ശാപം എന്റെ മേലായിക്കൊള്ളട്ടെ എന്ന് ഈ തള്ള മാതൃത്വം ഇല്ലാതെ കല്യാണം കഴിച്ച സ്ത്രീ ഞാൻ തള്ള എന്ന് പറയും. പ്രസവിച്ചിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് മാതൃത്വം ഇല്ല, അതുകൊണ്ട് തള്ള എന്ന് ഞാൻ പറഞ്ഞത്. ഈ തള്ള ആ ശാപം ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നീട് നീണ്ട 20 വർഷക്കാലം തന്റെ പൊന്നോമന പുത്രൻ ആങ്ങളയുടെ വീട്ടിൽ അടിമവേല ചെയ്യുന്ന കാലത്ത്, അത് 10-600 കിലോമീറ്റർ ദൂരെയായി പാതാനാരാം, അവിടെയാണ് പിന്നെ ലാബാനുള്ളത് ആങ്ങള. അവിടെ പോയി അടിമവേല ചെയ്തില്ലേ? എന്ത് സംഭവിച്ചു? ഒരു താൽക്കാലിക നേട്ടത്തിന് വേണ്ടി 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പാപം ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചത്? ഈ യാക്കോബിന്റെ മക്കളും ഇത് വേറൊരു പാപം കേൾക്കണോ? അവരുടെ കുടുംബത്തിൽ അനുഗ്രഹം ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ദൈവം അയച്ച ജോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു. അവരുടെ പാപ വഴികളോട് ചരിക്കാത്തവനെ അവർ വിറ്റു. അതുമൂലം പിന്നീട് 430 വർഷക്കാലം ആ തലമുറ മുതൽ 4 തലമുറ ഈജിപ്തിൽ അടിമത്തത്തിൽ കിടക്കേണ്ടി വന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ അകൃത്യവും നമ്മളെ വേട്ടയാടുന്ന ഇങ്ങനെയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-6 വചനങ്ങളിലും 34-ാം അധ്യായത്തിന്റെ 6-7 വചനങ്ങളിലും പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറ ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞത്. അത് തെറ്റായിട്ട് നമ്മൾ പലരും വ്യാഖ്യാനിക്കുക. ദൈവത്തിന്റെ ശിക്ഷയല്ല അത്. അവരങ്ങനെ വ്യാഖ്യാനിച്ചു. എസെക്കിയേൽ 18-ാം അധ്യായത്തിൽ അതിനെ തിരുത്തി വ്യാഖ്യാനിച്ചു. പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങതെന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് പഴമൊഴി ഇനി പറയരുത്. അത് പഴയ മൊഴിയായിരുന്നു. അതവര് 430 വർഷക്കാലം 4 തലമുറകൾ ഈ യാക്കോബിന്റെ മക്കളെ പാപം മൂലം അടിമത്തത്തിൽ കിടന്നതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് ആ വചനം. അതിന് എസെക്കിയേലിന്റെ കാലം വന്നപ്പോൾ തിരുത്തിയെടുത്തു. ദൈവത്തിൽ നിന്ന് ശാപം ഒരിക്കലും വരുന്നില്ല. ദൈവം പാപത്തിന്റെ പേര് നമ്മളെ ആരും വേട്ടയാടുകയുമില്ല. പാപത്തിന്റെ ദുരന്തഫലമാണ് ശിക്ഷ. പാപത്തിന്റെ ദുരന്തഫലമാണ് ശാപം. എന്താ ഈ ശാപം? മാരക പാപം വഴി ദൈവത്തെ ഉപേക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്ന് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ചോർന്നു പോവുകയും പകരം പിശാചിന്റെ സാന്നിധ്യവും സ്വാധീനവും ശക്തിയും ബന്ധനവും കടന്നു വരികയും ചെയ്യും. പാപത്തിന്റെ ഫലമായി നമുക്ക് നഷ്ടപ്പെടുന്ന ദൈവകൃപയുടെ ആ ശൂന്യതയിലേക്ക് പിശാചിന്റെ സാന്നിധ്യവും സ്വാധീനവും ബന്ധനവും കടന്നു വരുന്നതാണ് ഈ ശാപം എന്ന് പറയുക. അപ്പൊ പാപത്തിലൂടെയാണ് ശാപം വരിക. ദൈവത്തിൽ ഒരിക്കലും ശാപം വരുന്നില്ല. ദൈവത്തിന് അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ. അനുഗ്രഹം മാത്രമേ ദൈവത്തിൽ വരുള്ളൂ. അതുകൊണ്ട് ദൈവം ശപിച്ചെന്ന് പറയരുത്. അങ്ങനെ ശൈലി ബൈബിളിലുണ്ട്. അങ്ങനെ മനസ്സിലാക്കരുത് അതിനെ. ദൈവം ആരെയും ശപിക്കില്ല. ദൈവം അനുഗ്രഹിക്കുക മാത്രം ചെയ്യുന്നു. പിന്നെ ദൈവം ശപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ആ പാപത്തിന്റെ ഫലമായ ശാപം വന്നു കഴിഞ്ഞു എന്നോ പാപത്തിന്റെ ഫലമായ ശാപം വരുമോ എന്നുള്ള ദൈവത്തിന്റെ പ്രഖ്യാപനങ്ങളാണത്. They are the declarations of the Almighty Lord that as an effect of your sin, the curse has fallen upon you. നിന്റെ പാപത്തിന്റെ ഫലമായി ഈ ശാപം നിന്മേൽ വീണു കഴിഞ്ഞു എന്നുള്ള പ്രഖ്യാപനമോ അല്ലെങ്കിൽ വീഴുമെന്നുള്ള പ്രഖ്യാപനമാണ്. അല്ലാതെ ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ള ശാപം വരിക. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മാത്രമേ വരൂ. ശാപം പിശാചിൽ നിന്ന് വരുന്നു. പാപത്തിന്റെ ഫലമാണ് ശാപം. ശാപത്തിന്റെ ഉറവിടം സാത്താനാണ്. അതാണ് ഉൽപ്പത്തി 3:14 ദൈവം പറഞ്ഞത്, നീ ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളെ വന്യമൃഗങ്ങളുടെ ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. പിശാചിനോട് പറഞ്ഞതാണ്. അതോടുകൂടി ശാപത്തിന്റെ ഉറവിടം സാത്താനായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ശാപം കിടപ്പുണ്ട് പറഞ്ഞ പലരും പലക്കം പായ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശാപം അങ്ങനെ കിടക്കുമോ? അതുണ്ടെന്നുള്ള സത്യം. പക്ഷെ അതെങ്ങനെയാ വന്നത്? ദൈവത്തിൽ നിന്നല്ല.
അത് പാപത്തിന്റെ ഫലമാണ്. ഒന്നുകിൽ നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലം, അല്ലെങ്കിലോ നമ്മൾ പൂർവികർ ചെയ്ത പാപത്തിന്റെ ഫലം. അങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ ഞാനിത് പൂർത്തിയാക്കട്ടെ. യാക്കോബ് അവിടെ നിന്ന് അമ്മാവന്റെ വീട്ടിൽ പോയി അടിമവേല 20 വർഷക്കാലം, 6 വർഷക്കാലം ആടുമാടുകളെ മേയിച്ചു, 7 വർഷക്കാലം ലയായ്ക്ക് വേണ്ടി, 7 വർഷക്കാലം റാഹേലിന് വേണ്ടി. അങ്ങനെ 20 വർഷക്കാലം കൊടുംചൂടത്തും കൊടുതണുപ്പത്തും അടിമയായി അമ്മാവന്റെ വീട്ടിൽ കഴിഞ്ഞവൻ അമ്മയുടെ കൂടെ, അപ്പന്റെ കൂടെ, സഹോദരന്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തി. അതാണ് പാപത്തിന്റെ ഒരു ദുരന്ത ബലശാപം. അടുത്തത്, അക്കാലത്ത് അവന് കിട്ടിയതാണ് ലയായും റാഖേലും ബിൽഹായും സിൽഫ, 4 പെണ്ണുങ്ങൾ. അവരിലൂടെ വന്ന മക്കളാണ് ഈ 12 മക്കൾ. ഈ മക്കളിലൂടെയാണ് പിന്നീട് ഇസ്രായേൽ ജനതയുടെ തകർച്ചകളെല്ലാം വ്യാപിച്ചത്. യോസഫിനെ വിറ്റതൊക്കെ ഈ 12 മക്കളിൽ ബെഞ്ചമിനും അതുപോലെ തന്നെ ജോസഫൊക്കെ റാഹേലുണ്ടായി നല്ലവരായിരുന്നു. പക്ഷെ ലയായിലുണ്ടായ പല മക്കളും പിഴയായിരുന്നു. അതിപ്പോ നമ്മൾ കണ്ട 49 അധ്യായത്തില്. തലമുറകളോട് തിന്മ വരുമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു പോകുന്നു. വാതിൽ വഴി കിടപ്പാടം. പ്രിയപ്പെട്ടവരെ, ഒരുവനൊരു മാരക പാപം അതിന്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു. ഈ പാപം ചെയ്യുമ്പോൾ അവൻ പിശാചിന് അവനിലേക്കും അവന്റെ കുടുംബത്തിലേക്കും കയറി വരാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നു. When somebody is committing a mortal sin, that person is opening the door for the devil to enter into him and into his family. പിശാചിന് അവനിലേക്കും അവന്റെ കുടുംബത്തിലേക്കും വരാനുള്ള വാതിൽ അവൻ തുറന്നു കൊടുക്കുന്നു പാപം ചെയ്യുമ്പോൾ. തീർന്നു. അടുത്തത്, ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാതെ പാപത്തിൽ അവൻ നിലനിൽക്കുന്നു. Without repenting of his sin, he is continuing in the sin. ആ പാപത്തിൽ നിലനിൽക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? പിശാചിന് അവനിലേക്കും അവന്റെ കുടുംബത്തിലേക്കും വരാനുള്ള വാതിൽ തുറന്നു കൊടുത്തവൻ ഇപ്പോൾ വഴി വെട്ടിത്തെളിച്ചു കൊടുത്തു. അവൻ ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കാതെ മരിച്ചുപോയി. അപ്പൊ എന്ത് സംഭവിച്ചു? അവനിലേക്കും അവന്റെ കുടുംബത്തിലേക്ക് വന്ന പിശാചിന് കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തു. അവൻ എന്റെ ഉള്ളിൽ വന്ന് കിടപ്പാടം കിട്ടിയതാണ് ഞാൻ നരകത്തിൽ പോയി എന്ന് പറയുന്നത്. എന്റെ ആത്മനാശം എന്റെ കുടുംബത്തിൽ വന്നിരിക്കുന്നു. അവൻ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടില്ല, അവൻ അവിടെ വസിക്കുന്നുണ്ട്, അവനെ ആരും ഇറക്കി വിട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇത് തിരിച്ചറിയുന്ന ഒരാള്, മുൻ തലമുറകൾ ചെയ്ത പാപങ്ങൾ തിരിച്ചറിയുന്ന ഈ തലമുറയിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്യണം? അവര് ആ പിശാചിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ അവർക്ക് പ്രത്യേക ശക്തിയൊന്നുമില്ല. കാരണം പിശാചിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ, കുടുംബത്തിന്റെ തലമുറയിൽ നിന്ന് ഇറക്കി വിടാൻ, കുടുംബവൃക്ഷത്തിൽ നിന്ന് ഇറക്കി വിടാൻ ആർക്കാണ് ശക്തിയുള്ളതെന്ന് 1 യോഹന്നാൻ 3:8 പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 3:8 അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. അപ്പോ അവനെ ബഹിഷ്കരിക്കാൻ ഈശോയ്ക്ക് പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പോൾ ആ പാപം ചെയ്തിട്ടില്ലാത്ത ഒരുവൻ ഇവിടെ നിൽക്കുക, ഈ കാര്യം തിരിച്ചറിയുന്നു. ആ പാപം ചെയ്ത് മരിച്ചുപോയി, മുൻ തലമുറയിൽപ്പെട്ടവരായിരിക്കും. ഈ തലമുറയിൽപ്പെട്ട ഒറ്റ ഒരാള് ഇപ്പോൾ ആ കുടുംബത്തിൽ യേശുവിനെ ഇറക്കി കൊണ്ടുവന്നാൽ, സത്യമായി ഞാൻ പറയുന്നു, ഈശോ ആ കുടുംബത്തിൽ അയാൾ വഴി കടന്നു വന്നാൽ ആ പിശാചിന് പിന്നെ അവിടെ വാസമുണ്ടാവില്ല. ഹല്ലേലൂയ. ഇതാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളൽ നിൽക്കാനോ ഒരുവനെയെങ്കിലും ഞാൻ അന്വേഷിച്ചു, ആരെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ആ നഗരം നശിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ 22:30-31 വരെ, 22:30-31. ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടത് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. അതുകൊണ്ട് ആ നഗരം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിന് ചുറ്റും കർത്താവ് കുടുംബവൃക്ഷത്തിന് ഈ സ്വർഗീയ കോട്ട ഉയർത്തിയിട്ട് അത് വിള്ളൽ വീണു. അപ്പൊ ഒരാളെങ്കിലും അവിടെ പകരം നിന്നാൽ മതി. ഈ എസെക്കിയേൽ 22:30-31 പറഞ്ഞിരിക്കുന്ന ആ വചനപ്രകാരം അയാളിലൂടെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഇസ്രായേൽക്കാർ വിഗ്രഹാരാധന നടത്തി പാപം ചെയ്തപ്പോൾ മോശ മാത്രം 40 രാത്രങ്ങൾ നിലംപറ്റ കാമിടുന്ന കിടന്ന് തമ്പുരാനോട് മാപ്പ് പറഞ്ഞപ്പോൾ ദൈവം ശിക്ഷ പിൻവലിച്ചു. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് മുൻ തലമുറകളെ പാപം വഴി തിന്മ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ ഒരാളെന്ന് തമ്പുരാനോട് ഇന്ന് നിൽക്കാൻ പോവുക. അത് എന്താ പരിപാടി എന്ന് ചോദിച്ചാല്, ലൂക്കാ 11:50 വചനമുണ്ട്. ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെ രക്തത്തിന്, ആബേൽ മുതൽ വിശുദ്ധ സ്ഥലത്തിനും ബലിപീഠത്തിനും അദ്യവെച്ച് കൊല ചെയ്യപ്പെട്ട സക്കറിയ വരെയുള്ള രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. അത് ഈ തലമുറയോട് ആവശ്യപ്പെടും. അതെന്താ ചെയ്യേണ്ടത്? യേശുവിന്റെ കാലഘട്ടത്തിലുള്ള തലമുറ അതിന്റെ മുൻ തലമുറയുടെ പാപത്തിന് ഉത്തരം പറച്ചിൽ എന്താ ചെയ്യേണ്ടതറിയോ? യേശു ലോക പാപ പരിഹാര ബലിയർപ്പിച്ചവനാണ്. മത്തായി 1:21 അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ മോചിപ്പിക്കും.
യോഹന്നാൻ 1:29, ഇതാ ലോകത്തിന്റെ പാപം നീക്ക ദൈവത്തിന്റെ കുഞ്ഞാട്. 1 യോഹന്നാൻ 1:27, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയാഗത്തിലൂടെയാണ് ഈ പാപം ഇല്ലാതാകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ തലമുറയിൽപ്പെട്ടവര് യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ അന്നത്തെ കാലത്ത് പാപപരിഹാര ബലിയുടെ യോഗ്യത പ്രാപിക്കണം. എങ്ങനെ? അവര് യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ സ്വീകരിക്കണം, യേശുവിനെല്ലാം സമർപ്പിക്കണം തലമുറകളെ. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടി വലിയൊരു അത്ഭുതം നടക്കും. 2 കൊരിന്തോസ് 5:17, യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിയും. നമ്മിലൂടെ ആ പഴയത് നീക്കി പുതിയത് വരുത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുക. നമ്മൾ യേശുവിനെ കിട്ട് ഇറക്കി കൊണ്ടുവന്ന അത് കുടുംബത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കാൽവരി ബലിയാഗത്തിലൂടെ ആ യോഗ്യത കുടുംബവൃക്ഷത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. ആ കാൽവരി ബലിയാഗമാണ് ഈ കുർബാന. ആ കുർബാനയുടെ അനന്തശക്തി നമുക്ക് വിതരണം ചെയ്യുന്ന വേദിയാണ് ഈ കുർബാന, ഇന്നത്തെ കുർബാന. അപ്പൊ എല്ലാ കുർബാനയിലൂടെ ഇത് വലിയ അത്ഭുതം നടക്കുക. തലമുറകളായി വന്ന വിനാശങ്ങൾ പരിഹരിക്കും. അതിനെക്കുറിച്ച് ഏശയ്യാ 58:8-12 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിന്നിലും നിന്നെ സംരക്ഷിക്കും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് കർത്താവ് മറുപടി പറയും. നിന്റെ വെളിച്ചം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ലഭിക്കും, നിന്റെ അസ്ഥികൾ അവിടുന്ന് ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിയും. പുരാതന നഷ്ടശിക്ഷങ്ങൾ നീ പുനരുദ്ധരിക്കും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നത്, ഭവനങ്ങൾ കേടുപാടുകൾ പോക്കും നീ അറിയപ്പെടും. ഏശയ്യാ 61:4, നശിച്ചുപോയ നഗരങ്ങൾ അവർ വീണ്ടും നിർമ്മിക്കും, തലമുറകളായെന്ന വിനാശങ്ങൾ പരിഹരിക്കും. ഹല്ലേലൂയ.